എറണാകുളം ജില്ലയിലെ ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈയൊരു വർണ്ണമനോഹരമായ ഫെസ്റ്റിവൽ കാണാൻ നാനാജാതി മതസ്ഥരാണ് എത്തുന്നത്. പെരിയാറിൻ്റെ തീരത്തിനടുത്തായിട്ടാണ് നമുക്ക് ഈയൊരു വർണ്ണമനോഹരമായ ഈയൊരു ഫെസ്റ്റിവൽ കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് ബസ്സോ ട്രെയിനോ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. സായാഹ്ന വേളയിൽ ഇവിടേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പോടു കൂടിയുള്ള കാറ്റും ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ആ ഒരു ചെറിയ ആ ഒരു ഡിവോഷണൽ സോങ്ങും ഒക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഫീലാണ്. ശിവം മംഗളദായകം കണ്ടുവ ഇതിന് മുന്നത്തെ പ്രാവശ്യങ്ങളിലൊക്കെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു പൊടിയുടെ ശല്യം. അതിൽ നിന്നെല്ലാം നമുക്ക് ഇത്തവണ ഒരുപാട് മാറ്റമുണ്ട്. കാര്യം ഫുള്ള് കാർപ്പറ്റ് ഇട്ടിട്ട് നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് തിരക്കുകൾ അനുഭവപ്പെടുന്ന രീതിയിലല്ലാതെ നല്ല ക്രമമായിട്ടാണ് ഇത്തവണ സ്റ്റാളുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലായിടവും പതിയെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് കഴിയുന്നുണ്ട്. പാലുവേ നോക്കി നടക്കട്ടാ. ആ എവിടെ ഉണ്ട്? എവിടെ? കഴിഞ്ഞായിരിക്കും. ജയന്റ് വീല് ഏത്? ആ നമുക്ക് നോക്കാം. വാ. ഏതെടുത്താലും ഒന്നിന്റെ വില 30 രൂപ മാത്രം. പാലക്കാടൻ കരിക്കത്തികൾ ഗ്രേറ്റർ പീലർ അടിച്ചുവാരി കുട്ട അരിക്കുട്ട ഉള്ളിക്കുട്ട ഫൈബർ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ കയറിക്കോ. ഇവിടെ ഒരുപാട് ബജ്ജിക്കടകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ പോയിട്ട് കാണുന്നത് പോലുള്ളൊരു ടീ സ്റ്റാളുകളോ ബജ്ജിക്കടകളോ അല്ല ഇവിടെയുള്ളത്. ഇവിടെയൊന്നും നമുക്ക് ഗൂഗിൾ പേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പൈസയായിട്ട് കൊടുത്ത് അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവരുടെ കയ്യിൽ ചീട്ട് എടുക്കുന്നൊരു കൗണ്ടറുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ചീട്ട് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിപ്പിക്കുക, ഓൾമോസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള മിക്ക കടകളും ഇതേപോലുള്ള ആൾക്കാരുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കാൻ കഴിയുള്ളൂ. ചില ഐസ്ക്രീം കടകൾ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഒരു ഗൂഗിൾ പേ എടുക്കുന്നില്ല എന്നുള്ളത്.
ഫാമിലി ആയിട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ പൈസ കളയണ ചിലപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാനായിട്ടായിരിക്കും. 50 രൂപയ്ക്ക് 6 റിങ്. ചില ചേട്ടന്മാരൊക്കെ സോപ്പൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു സോപ്പ് കിട്ടിയിട്ടാ. അതുകൊണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ, സോപ്പെങ്കിലും കിട്ടും ചിലപ്പം. കുട്ടികളെ ഭയങ്കരമായിട്ടും ആകർഷിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഈ ഗുണ കേവ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. 80 രൂപയാണ് ഇതിനുള്ള എൻട്രി ഫീസ്. ഞങ്ങളും അതെടുത്ത് ഇത് കാണാൻ വേണ്ടിയിട്ടൊന്ന് കയറി. വലിയവർക്ക് അത്രത്തോളമൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇതേപോലുള്ള ഒരു പാസേജ് എല്ലാം ഇങ്ങനെ തന്നെ പോകുന്നത് ഫുള്ള്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോകാം. നടന്ന് അങ്ങ് അറ്റം എത്തുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ആനിമൽസൊക്കെ ഉള്ളൊരു വേൾഡിലേക്ക് നമുക്ക് എത്താം. അത് കുട്ടികൾക്ക് കുറച്ചുകൂടിയൊക്കെ ഇഷ്ടപ്പെടും. കിട്ടാൻ സാധ്യതയുള്ള അവസരം കാണാതെ പോകരുത്. ടൈം അൺലിമിറ്റഡാണ്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ നിരോധിച്ച ഗുഹ നിങ്ങൾക്ക് കാണാനായിട്ട് കൃത്യമായ അത്യാവശ്യം. നഗരങ്ങൾ ഗുണാതിരഞ്ഞ പുസ്തകങ്ങളിലെ ഗുഹ കാണുന്ന കുട്ടികളെ പ്രത്യേകത കാണുന്നതാണ് കൃത്യമായ അത്യാവശ്യം. നമ്മൾ ദിനാചരണ ഗുഹ കാണുന്നില്ല. കുറച്ച് ഹൊററൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗോസ്റ്റ് ഹൗസ്. ഇവിടേക്ക് നമുക്ക് ഇതേപോലെ എൻട്രി പാസ് എടുത്ത് കയറാവുന്നതാണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിലൊന്നും എനിക്കറിയില്ല, ഞങ്ങൾ കയറി നോക്കിയില്ല. ഇതേപോലെയുള്ള എന്തെങ്കിലും സൗണ്ട്സും അതേപോലെയുള്ള പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ എഫക്ട്സുകളൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഉള്ളിലും. ഇതുപോലുള്ള 1-2 ഐസ്ക്രീം ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഗൂഗിൾ പേ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, മറക്കരുത്. നമ്മൾക്ക് ടിഷ്യൂ ഉണ്ടാവും, വാങ്ങിച്ചോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗിയും മാറി. ചെറിയൊരു തണുപ്പോടു കൂടിയുള്ള കാറ്റും ഈ ഒരു മണൽപ്പുറത്തെ കൽപ്പടവുകളിലിരുന്നുള്ള ആ കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും കുറച്ചു നേരം ഇവിടെ ഇരുന്നു വന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഞങ്ങളും കുട്ടികളുമായിട്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഇവിടുത്തെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ വെള്ളത്തിലൊന്ന് കാലും നനച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ മടക്കം. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റു കാഴ്ചകളുമായിട്ട് എത്തുന്നവരേക്കും ബൈ.